ദൈവത്തിനാത്മാവേ പരിശുദ്ധാത്മാവേ ദൈവത്തിനാത്മാവേ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു നിറയണമേ ഞങ്ങളിൽ വന്നു വസിക്കണമേ ഞങ്ങളിൽ വന്നു നിറയണമേ ഞങ്ങളിൽ വന്നു വസിക്കണമേ ദൈവത്തിനാത്മാവേ പരിശുദ്ധാത്മാവേ ദൈവത്തിനാത്മാവേ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു നിറയണമേ ഞങ്ങളിൽ വന്നു വസിക്കണമേ ഞങ്ങളിൽ വന്നു നിറയണമേ ഞങ്ങളിൽ വന്നു വസിക്കണമേ വിശുദ്ധിയോടെ ജീവിക്കുവാൻ വിശുദ്ധരോടൊപ്പം ജീവിക്കുവാൻ വിശുദ്ധിയോടെ ജീവിക്കുവാൻ വിശുദ്ധരോടൊപ്പം ജീവിക്കുവാൻ ക്ഷമിച്ചും സഹിച്ചും ജീവിക്കുവാൻ കൃപയും ശക്തിയും പകരണമേ ക്ഷമിച്ചും സഹിച്ചും ജീവിക്കുവാൻ കൃപയും ശക്തിയും പകരണമേ ദൈവത്തിനാത്മാവേ പരിശുദ്ധാത്മാവേ ദൈവത്തിനാത്മാവേ പരിശുദ്ധാത്മാവേ മുട്ടുമേലാകാം കരങ്ങൾ ഉയർത്തി നമുക്ക് സ്തുതിക്കാം ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ 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 സ്വരമുയർത്തി സ്തുതിച്ച് ആരാധിക്കുന്നു ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 സ്വരമുയർത്തി കരങ്ങൾ ഉയർത്തി നമുക്ക് സ്തുതിക്കാം ഹല്ലേലൂയ 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 ചേർന്ന് പാടാം ആരാധ്യൻ യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ തേജസ്സെഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ ആരാധ്യൻ യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ തേജസ്സെഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ നിൻ കൈകൾ എൻ കണ്ണീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ നിൻ കൈകൾ എൻ കണ്ണീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ ആരാധ്യൻ യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ തേജസ്സെഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ സന്നിധിയിൽ വസിച്ചോ
പാദങ്ങൾ ചുംബിച്ചോട്ടെ സന്നിധിയിൽ വസിച്ചോട്ടെ പാദങ്ങൾ ചുംബിച്ചോട്ടെ ആരാധ്യൻ യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ തേജസ്സെഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ നിൻ കൈകൾ എൻ കണ്ണീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ ദൈവമേ നിൻ കൈകൾ എൻ കണ്ണീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ ആരാധ്യൻ യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ തേജസ്സെഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ ആരാധ്യൻ യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ തേജസ്സെഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 58 മുതലുള്ള തിരുവചനം. ആകാശപ്പറവകളെ കർത്താവിനെ വാഴ്ത്തുവിൻ, എന്നേക്കും അവിടുത്തെ പാടി പുകഴ്ത്തുവിൻ. വന്യമൃഗങ്ങളെ കർത്താവിനെ വാഴ്ത്തുവിൻ, എന്നേക്കും അവിടുത്തെ പാടി പുകഴ്ത്തുവിൻ. മനുഷ്യമക്കളെ കർത്താവിനെ വാഴ്ത്തുവിൻ, എന്നേക്കും അവിടുത്തെ പാടി പുകഴ്ത്തുവിൻ. ഇസ്രായേലെ കർത്താവിനെ വാഴ്ത്തുവിൻ, എന്നേക്കും അവിടുത്തെ പാടി പുകഴ്ത്തുവിൻ. കർത്താവിൻ്റെ പുരോഹിതരെ അവിടുത്തെ വാഴ്ത്തുവിൻ, എന്നേക്കും അവിടുത്തെ പാടി പുകഴ്ത്തുവിൻ. കർത്താവിൻ്റെ ദാസന്മാരെ അവിടുത്തെ വാഴ്ത്തുവിൻ, എന്നേക്കും അവിടുത്തെ പാടി പുകഴ്ത്തുവിൻ. കരങ്ങൾ ഉയർത്തി നമുക്കൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമുയർത്തി പ്രവാചകനായ ദാനിയേലിനോട് ചേർന്ന് നമുക്ക് ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ. യേശുവേ ഞങ്ങളെ സ്തുതിക്കുന്നു, 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 ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് ചേർന്ന് പാടാം. എഴുന്നേറ്റ് നിൽക്കാം. അബ്രഹാമിനെ പോൽ വിശ്വസിക്കുന്ന യോസേഫിനെ പോൽ വിശ്വസ്തനാഥ, മോശയെ പോൽ നയിക്കുക നാം, ജോബിനെ പോൽ സഹിക്കുക നാം. അബ്രഹാമിനെ പോൽ വിശ്വസിക്കുന്ന യോസേഫിനെ പോൽ വിശ്വസ്തനാഥ, മോശയെ പോൽ നയിക്കുക നാം, ജോബിനെ പോൽ സഹിക്കുക നാം. ദൈവം എൻ്റെ ദൈവം, ദൈവം എൻ്റെ ദൈവം, ദൈവം എല്ലാ നാളും എൻ്റെ കൂടെയുണ്ട്. ദൈവം എൻ്റെ ദൈവം, ദൈവം എൻ്റെ ദൈവം, ദൈവം എല്ലാ നാളും എൻ്റെ കൂടെയുണ്ട്. യോശുവയെ പോൽ യുദ്ധം
നോഹയെ പോൽ പ്രവർത്തിക്കുന്ന ദാവീദെ പോൽ പാടുക സോളമനെ പോൽ ജ്ഞാനിയാകന ജോഷുവയെ പോൽ യുദ്ധം ചെയ്യുക നോഹയെ പോൽ പ്രവർത്തിക്കുന്ന ദാവീദെ പോൽ പാടുക സോളമനെ പോൽ ജ്ഞാനിയാകന ദൈവം എൻ്റെ ദൈവം ദൈവം എൻ്റെ ദൈവം ദൈവം എല്ലാ നാളും എൻ്റെ കൂടെയുണ്ട് ദൈവം എൻ്റെ ദൈവം ദൈവം എൻ്റെ ദൈവം ദൈവം എല്ലാ നാളും എൻ്റെ കൂടെയുണ്ട് ഗിദെയോനെ പോൽ പൊരുതുക ദാനിയേലെ പോൽ പ്രാർത്ഥിക്കുക പൗലോസിനെ പോൽ കഷ്ടം സഹിക്കാൻ യോഹന്നാൻ സാക്ഷ്യം ഓർക്കുക ഗിദെയോനെ പോൽ പൊരുതുക ദാനിയേലെ പോൽ പ്രാർത്ഥിക്കുക പൗലോസിനെ പോൽ കഷ്ടം സഹിക്കാൻ യോഹന്നാൻ സാക്ഷ്യം ഓർക്കുക ദൈവം എൻ്റെ ദൈവം ദൈവം എൻ്റെ ദൈവം ദൈവം എല്ലാ നാളും എൻ്റെ കൂടെയുണ്ട് ദൈവം എൻ്റെ ദൈവം ദൈവം എൻ്റെ ദൈവം ദൈവം എല്ലാ നാളും എൻ്റെ കൂടെയുണ്ട് ദൈവം എൻ്റെ ദൈവം ദൈവം എൻ്റെ ദൈവം വിശ്വാസത്തോടെ ദൈവം എല്ലാ നാളും എൻ്റെ കൂടെയുണ്ട് ദൈവം എൻ്റെ ദൈവം ദൈവം എൻ്റെ ദൈവം ദൈവം എല്ലാ നാളും എൻ്റെ കൂടെയുണ്ട് ദൈവം എൻ്റെ ദൈവം ദൈവം എൻ്റെ ദൈവം ശക്തിയോടെ ദൈവം എല്ലാ നാളും എൻ്റെ കൂടെയുണ്ട് ദൈവം എൻ്റെ ദൈവം ദൈവം എൻ്റെ ദൈവം സന്തോഷത്തോടെ ദൈവം എല്ലാ നാളും എൻ്റെ കൂടെയുണ്ട് ദൈവം എൻ്റെ ദൈവം ദൈവം എൻ്റെ ദൈവം ദൈവം എല്ലാ നാളും എൻ്റെ കൂടെയുണ്ട് ദൈവം എൻ്റെ ദൈവം ദൈവം എൻ്റെ ദൈവം ദൈവം എല്ലാ നാളും എൻ്റെ കൂടെയുണ്ട് ദൈവം എൻ്റെ ദൈവം ദൈവം എൻ്റെ ദൈവം അബ്രാഹത്തിന്റെ ദൈവം ദൈവം എല്ലാ നാളും എൻ്റെ കൂടെയുണ്ട് ദൈവം എൻ്റെ ദൈവം ദൈവം എൻ്റെ ദൈവം ദൈവം എല്ലാ നാളും എൻ്റെ കൂടെയുണ്ട് ദൈവം എൻ്റെ ദൈവം ദൈവം എൻ്റെ ദൈവം ശക്തിയോടെ ദൈവം എല്ലാ നാളും എൻ്റെ കൂടെയുണ്ട് ദൈവം എൻ്റെ ദൈവം ദൈവം എൻ്റെ ദൈവം ദൈവം എല്ലാ നാളും എൻ്റെ കൂടെയുണ്ട് ദൈവം എൻ്റെ ദൈവം ദൈവം എൻ്റെ ദൈവം ദൈവം എല്ലാ നാളും എൻ്റെ കൂടെയുണ്ട് ദൈവം എൻ്റെ ദൈവം ദൈവം എൻ്റെ ദൈവം ശക്തിയോടെ ദൈവം എല്ലാ നാളും
എൻ്റെ കൂടെയുണ്ട്. സ്വയേ ദൈവം എൻ്റെ ദൈവം, ദൈവം എൻ്റെ ദൈവം, കണ്ണുനീരോടെ ദൈവം എല്ലാ നാളും എൻ്റെ കൂടെയുണ്ട്. അനുതാപത്തോടെ ദൈവം എൻ്റെ ദൈവം, ദൈവം എൻ്റെ ദൈവം, ദൈവം എല്ലാ നാളും എൻ്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ദൈവം എൻ്റെ ദൈവം, ദൈവം എൻ്റെ ദൈവം, ദൈവം എല്ലാ നാളും എൻ്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു. ഹല്ലേലൂയ. എല്ലാ ദൈവത്തിന്റെ മേലും ദൈവത്തിന്റെ അത്ഭുത ശക്തി വ്യാപരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തി വിശ്വാസത്തോടെ സ്തുതിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഭാഷാപരമുള്ളവർ ഭാഷാപരത്തെ സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 29 മുതലുള്ള തിരുവചനം. യേശു അവിടെ നിന്ന് പുറപ്പെട്ട് ഗലീലിയ കടലിൻ്റെ തീരത്ത് വന്ന് ഒരു മലയിൽ കയറി അവിടെ ഇരുന്നു. തത്സമയം മുടന്തർ, വികലാംഗർ, അന്ധർ, ഊമർ തുടങ്ങിയവരെയും കൂട്ടിക്കൊണ്ട് വലിയൊരു ജനക്കൂട്ടം അവിടെ നിന്ന് അവരെ അവൻ്റെ കാൽക്കൽ കിടത്തി. അവർ അവരെ സുഖപ്പെടുത്തി. ഈശോൻ്റെ കാൽപാദങ്ങളിൽ രോഗികളായിരിക്കുന്നവരെ കിടത്തി അവർ അവരെ സുഖപ്പെടുത്തി. മുട്ടുമേൽ നിൽക്കാം. നമ്മുടെ എല്ലാ രോഗാവസ്ഥകളെയും ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. തിരുവചനത്തിലൂടെ ദൈവം ചൊരിയുന്ന മഹത്വമേറിയ സൗഖ്യത്തിൻ്റെ വലിയ അഭിഷേകം നമ്മളിലേക്ക് വ്യാപരിക്കപ്പെടട്ടെ നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. തത്സമയം മുടന്തർ, വികലാംഗർ, അന്ധർ, ഊമർ തുടങ്ങിയവരെയും കൂട്ടിക്കൊണ്ട് വലിയൊരു ജനക്കൂട്ടം അവിടെ നിന്ന് അവരെ അവൻ്റെ കാൽക്കൽ കിടത്തി. ദൂരെ നിന്ന് വന്ന ആളുകൾ, രോഗികളായിരിക്കുന്നവരെല്ലാവരെ കൂട്ടിക്കൊണ്ട് വന്ന് അവൻ്റെ പാദാന്തികത്തിൽ കടത്തിയെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയും നമ്മുടെ ഭവനത്തിലെ രോഗികളായിരിക്കുന്നവർ, ബലഹീനതയിൽ കഴിയുന്നവർ, ദൈവത്തെ കാണാതെ ദൈവവചനം തിരിച്ചറിയാതെ ജീവിക്കുന്നവർ, അന്ധരായിട്ടുള്ളവർ, അവരെല്ലാം നമുക്ക് ദേശയുടെ കാൽപാദങ്ങളിലേക്ക് സമർപ്പിക്കാം. ഒരു വലിയ അത്ഭുതം, വലിയൊരു അടയാളം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരുടെ മേൽ ദൈവത്തിന്റെ കരുണ ചൊരിഞ്ഞു എന്നാണ് വചനം പറയുന്നത്. ഊമർ സംസാരിക്കുന്നതും, വികലാംഗർ സുഖം പ്രാപിക്കുന്നതും, മുടന്തർ നടക്കുന്നതും, അന്ധർ കാഴ്ച പ്രാപിക്കുന്നതും കണ്ട് ജനക്കൂട്ടം വിസ്മയിച്ചു. വലിയ അത്ഭുതങ്ങളും വലിയ അടയാളങ്ങളും പ്രവർത്തിച്ചുകൊണ്ട് തൻ്റെ പിതാവിൻ്റെ മഹത്വം പുത്രനിലൂടെ അവിടുന്ന് വെളിപ്പെടുത്തുകയാണ്. നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. ഇതേ അനുഭവം തന്നെ, ഇതേ വലിയ സാന്നിധ്യം, സൗഖ്യത്തിൻ്റെ വലിയ അഭിഷേകം നമ്മുടെ ശരീരത്തിലും നമ്മുടെ ആത്മാവിലും നമ്മുടെ ജീവനിലും നമ്മുടെ കുടുംബത്തിലും രോഗികളായിരിക്കുന്ന എല്ലാവരുടെ മേലും വ്യാപരിക്കപ്പെടട്ടെ നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. ശുശ്രൂഷകരായിരിക്കുന്നവർ, രോഗികളായിരിക്കുന്നവർ, അവരെല്ലാം ഓർത്തുകൊണ്ട് നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. ഈശോയെ, ആ വലിയ സൗഖ്യം അവിടുന്ന് ഗലീലിയ കടൽ തീരത്തൂടെ സഞ്ചരിക്കുമ്പോൾ ഈ ആളുകളെ കൂട്ടിക്കൊണ്ടുവരുന്നത് കണ്ട്, വികലാംഗരെയും മുടന്തരെയും അന്ധരെയും ഓമരെയൊക്കെ കൂട്ടിക്കൊണ്ടുവരുന്നത് കണ്ട് അവിടുന്ന് ഒരു മലമുകളിലേക്ക് കയറി അവിടെ ഇരുന്നു. കർത്താവിൻ്റെ വാതാന്തികത്തിലേക്ക് അവരെല്ലാം സമർപ്പിച്ചു. ഒരു വലിയ അഭിഷേകം, ഒരു വലിയ ദൈവിക ശക്തി വ്യാപരിക്കപ്പെട്ടു എന്നാണ് സുവിശേഷം നമ്മോട് പറയുന്നത്. വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയും എല്ലാവരും നമുക്ക് സമർപ്പിക്കാം. രോഗികളായിരിക്കുന്നവരെല്ലാവരെയും ഈശോയുടെ സന്നദ്ധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ആ ബലഹീന ശരീരത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ അത്ഭുതകരമായ ശക്തി ഈ നിമിഷം വ്യാപരിക്കപ്പെടട്ടെ എന്ന് നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കും. വചനത്തിന് വലിയ അഭിഷേകം,
മത്തായി 15:31. ഊമർ സംസാരിക്കുന്നതും വികലാംഗർ സുഖം പ്രാപിക്കുന്നതും മുടന്തർ നടക്കുന്നതും അന്ധർ കാഴ്ച പ്രാപിക്കുന്നതും കണ്ട് ജനക്കൂട്ടം വിസ്മയിച്ചു. അവർ ഇസ്രായേലിന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തി എന്നാണ് സുവിശേഷം നമ്മോട് പറയുന്നത്. വചനം നമ്മോട് പറയുക, അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി. വലിയ അത്ഭുതങ്ങളും വലിയ അടയാളങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അത് ദൈവ മഹത്വത്തിനായിട്ടാണ് എന്ന് സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ആ ദൈവ മഹത്വം നമ്മളിൽ വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ആ ദൈവ മഹത്വത്തിനായിട്ട് ജീവിക്കുവാനുള്ള വലിയ കൃപയുടെ അഭിഷേകം ദൈവജനത്തിലേക്ക് വ്യാപരിക്കപ്പെടട്ടെ. ഓരോ നിയോഗങ്ങളുടെ മേലും ദൈവത്തിൻ്റെ അത്ഭുത ശക്തി വ്യാപരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഓരോ രോഗങ്ങളുടെ മേലും സൗഖ്യത്തിൻ്റെ വലിയ വചനത്തിൻ്റെ വലിയ അഭിഷേകം വ്യാപരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, എല്ലാവരും സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് സർവശക്തനായ ദൈവത്തെ, സൗഖ്യദാതാവായ ദൈവത്തെ കരങ്ങൾ ഉയർത്തി നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമുയർത്തി സ്തുതിക്കാം. മാരക രോഗങ്ങളുടെ മേൽ, ഹാർട്ട് സംബന്ധമായ രോഗങ്ങളുടെ മേൽ, കണ്ണുകളുടെ രോഗങ്ങളുടെ മേൽ, ചെവിക്കുള്ളിലുള്ള ചില രോഗാവസ്ഥകളുടെ മേൽ കർത്താവിൻ്റെ സൗഖ്യത്തിൻ്റെ ശക്തി വ്യാപരിക്കപ്പെടുകയാണ്. പാൻക്രിയാസ് സംബന്ധമായ രോഗങ്ങൾ, കിഡ്നി സംബന്ധമായ രോഗങ്ങൾ, വൃക്ക സംബന്ധമായ എല്ലാ രോഗങ്ങളുടെ മേലും കർത്താവിൻ്റെ ശക്തി വ്യാപരിക്കുക. നട്ടല് സംബന്ധമായ രോഗങ്ങൾ, നട്ടിലുള്ള ചില മുഴകളുടെ മേൽ കർത്താവിൻ്റെ അത്ഭുത ശക്തി ഇപ്പോൾ വ്യാപരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, കണ്ണുനീരോടെ നമുക്ക് ദൈവസ്ഥാനത്തിൽ സ്വരം ഉയർത്തി കർത്താവിൻ്റെ പാദാന്തികത്തിലേക്ക് മുഴുവൻ മക്കളെ, രോഗികളായിരിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് വിശ്വാസത്തോടെ മഹത്വത്തിനായി പാടി ആരാധിക്കാം. മുട്ടുമേൽ നിന്നുകൊണ്ട് നമുക്ക് പാടി ആരാധിക്കാം. പോലെ പരിശുദ്ധാത്മാവേ പറന്നിറങ്ങിയിടണമേ. എല്ലാവരും പുതിയ അഭിഷേകം, അഗ്നി അഭിഷേകം ഞങ്ങൾക്കിന്നു നൽകിടണേ. തൂമഞ്ഞു പോലെ പരിശുദ്ധാത്മാവേ പറന്നിറങ്ങിയിടണമേ. പുതിയ അഭിഷേകം, അഗ്നി അഭിഷേകം ഞങ്ങൾക്കിന്നു നൽകിടണേ. സെഗിയോൻ ശാലയിൽ ഇറങ്ങിയപ്പോൾ ശിഷ്യരിൽ നീ പകർന്നതുപോൽ ആത്മനദിയായൊഴുകണമേ. ആത്മസ്നാനം നൽകണമേ. സെഗിയോൻ ശാലയിൽ ഇറങ്ങിയപ്പോൾ ശിഷ്യരിൽ നീ പകർന്നതുപോൽ ആത്മനദിയായൊഴുകണമേ. ആത്മസ്നാനം നൽകണമേ. ഇസ്രായേലിനെ അത്ഭുതകരമായി മോശയിലൂടെ നയിച്ചതുപോൽ ചെങ്കടൽ നടുവിൽ വീതിയൊരുക്കാൻ കാറ്റായി വീശിയടിച്ചതുപോൽ ഈ നിന്ദാസർ വീശും പാവന റൂഹായി നീ വരണേ. ഈ നിന്ദാസർ വീശും പാവന റൂഹായി നീ വരണേ. കൃപയായി വരണേ, പറന്നിറങ്ങണമേ. സെഹിയോ ശാലയിൽ ഇറങ്ങിയപ്പോൾ ശിഷ്യരിൽ നീ പകർന്നതുപോൽ ആത്മനദിയായി ഒഴുകണമേ. ആത്മസ്നാനം നൽകണമേ. സെഹിയോ ശാലയിൽ ഇറങ്ങിയപ്പോൾ ശിഷ്യരിൽ നീ പകർന്നതുപോൽ ആത്മനദിയായി ഒഴുകണമേ. ആത്മസ്നാനം നൽകണമേ. ആദിമസഭയെ അത്ഭുതകരമായി അഭിഷേകത്തിൽ നയിച്ചതുപോൽ ദർശന പ്രവചന ജ്ഞാനവരത്തിൽ പുതിയ അഭിഷേകം പകരുവാൻ
ഈ നൂറ്റാണ്ടിനിണങ്ങും ദാനഫലങ്ങളുമായി നീ വരണേ. ഈ നൂറ്റാണ്ടിനിണങ്ങും ദാനഫലങ്ങളുമായി നീ വരണേ. കൃപയായി വരണേ, പറന്നിറങ്ങണമേ. സെഗിയോൻ ശാലയിലിറങ്ങിയപ്പോൾ ശിഷ്യരിൽ നീ പകർന്നതുപോൽ ആത്മനദിയായൊഴുകണമേ. ആത്മസ്നാനം നൽകണമേ. 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 സെഗിയോൻ ശാലയിലിറങ്ങിയപ്പോൾ ശിഷ്യരിൽ നീ പകർന്നതുപോൽ ആത്മനദിയായി ഒഴുകണമേ. ആത്മസ്നാനം നൽകണമേ. സെഗിയോൻ ശാലയിലിറങ്ങിയപ്പോൾ ശിഷ്യരിൽ നീ പകർന്നതുപോൽ ആത്മനദിയായൊഴുകണമേ. 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 ആത്മസ്നാനം നൽകണമേ. മുട്ടുമേലാകാം. എല്ലാ നിയമങ്ങളെയും നമുക്ക് സമർപ്പിക്കാം. ആരാധന ഏറ്റെടുത്ത് നടത്തുന്നവരെയും അവരുടെ കുടുംബങ്ങളെല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്നവരവരെല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ദിവസസന്നദ്ധിയിൽ നമ്മളെ തന്നെ സമർപ്പിച്ച് ഏലത്തിലായിരിക്കുന്ന മുഴുവൻ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് സ്തുതിച്ച് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശു എല്ലാ നിയമത്തിൻ്റെ മേലും അവിടുത്തെ മഹത്വവും സാന്നിധ്യവും ശക്തിയും വെളിപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. രോഗികളായിരിക്കുന്നവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈശോയെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്ന ഓരോ മകനെയും മകളെയും ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് കുടുംബങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈശോയെ വിശുദ്ധ യാവർ പിതാവിൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധമായ ദേവാലയത്തിൽ കർത്താവ് ഒരുമിച്ച് കൂടുവാൻ അവിടുന്ന് അവസരം നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. അവിടുത്തെ വിശുദ്ധ യാവർ പിതാവ് ആരാധിച്ചതുപോലെ ഇവിടെ ആരാധിക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് അവിടെ നൽകിയ കൃപയെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? എല്ലാവരും ചേർന്ന് വിളിക്കാമോ? സർവശക്തിയോടെ വിളിക്കാമോ? പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. കരങ്ങൾ ഉയർത്തി കണ്ണുനീരോടെ ഈശോയെന്ന് വിളിച്ച്, ഈശോയെന്ന് വിളിച്ച്, ഈശോയെന്ന് വിളിച്ച്, ഈശോയെന്ന് വിളിച്ച് രോഗികളായിരിക്കുന്നവർ കർത്താവിൻ്റെ സന്നിധിയിൽ കരങ്ങൾ ഉയർത്തി വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക. ഭവനത്തിലായിരിക്കുന്ന ഓരോ മകനെയും മകളെയും ഓർത്ത് നമുക്ക് കണ്ണുനീരോടെ
നമുക്കിത് വിളിക്കാം. ഈശോയെ എന്ന് വിളിച്ച് എല്ലാവരും സൗഖ്യപ്പെടുത്തണമേ, അനുഗ്രഹിക്കണമേ. വലിയ മാനസാന്തരത്തിൻ്റെ വലിയ ദൈവിക ശക്തി ഇപ്പോൾ വ്യാപരിക്കപ്പെടട്ടെ. കുടുംബത്തിലായിരിക്കുന്നവർ, ദൈവഭക്തി ഇല്ലാതെ ജീവിക്കുന്നവർ, കർത്താവെ അവിടുത്തെ സാന്നിധ്യത്തിൻ്റെ ശക്തി അയച്ചുകൊണ്ട് അവരെല്ലാം കർത്താവെ വിടുതൽ നൽകി അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരമുയർത്തി ഒറ്റ വിളി ഈശോയെ എന്ന് വിളിച്ച്, ഈശോയെ എന്ന് വിളിച്ച്, ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ വിളിച്ച് പ്രാർത്ഥിക്കാം. ശിരസ് നമിച്ച്. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പ്രിയപ്പെട്ടവരെ, അടുത്ത വെള്ളിയാഴ്ച തിരുനാൾ ദിവസമാണ്. തിരുനാൾ ദിവസം നമ്മൾ വചന ശുശ്രൂഷ ആരാധന ഉണ്ടായിരിക്കത്തില്ല, പക്ഷേ തിരുനാൾ ദിവസം വലിയ അനുഗ്രഹത്തിൻ്റെ ദിവസമാണ്. അതുകൊണ്ട് നിങ്ങൾ ദേവാലയത്തിൽ വന്ന് ആത്മീയ ശുശ്രൂഷകളിൽ പങ്കെടുത്ത് പ്രാർത്ഥനാപൂർവ്വം വിശുദ്ധ യാവ്രപിതാവിൻ്റെ അനുഗ്രഹം പ്രാപിച്ച് നമുക്ക് മടങ്ങിപ്പോകാം. വിശുദ്ധ യാവ്രപിതാവിലൂടെ നമുക്ക് നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നമുക്ക് ദൈവസന്നിധിയിൽ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എനിക്കീശോ തന്നൊരമ്മേ. വിശുദ്ധരുടെ തിരുശേഷിപ്പ് പ്രദർശിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ പോയി നിങ്ങൾ വിശുദ്ധരോട് പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിച്ച് മടങ്ങിപ്പോകാൻ മറന്നു പോകരുത്. എല്ലാവരും ആ സ്റ്റാളുകളിലൂടെ പോയി ഓരോ വിശുദ്ധരുടെ സാന്നിധ്യം അനുഭവിച്ച് പ്രാർത്ഥിച്ച് മടങ്ങിപ്പോകും. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എനിക്കീശോ തന്നൊരമ്മേ. ആവേ മരിയ കന്യാമാതാവേ, ആവേ മരിയ കന്യാമാതാവേ, അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ സ്വന്തം അമ്മ നീയേ.